ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടിട്ട് ആരോട് അസൂയപ്പെട്ടു? തൻ്റെ സഹോദരിയോട്. എനിക്ക് മക്കളെ തരയണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ആരോട് പറഞ്ഞു? റാഹേൽ യാക്കോബിനോട്. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്നു പറഞ്ഞത് ആര്? യാക്കോബ്. റാഹേലിൻ്റെ ദാസി ബിൽഹ യാക്കോബിന് പ്രസവിച്ച മക്കൾ ആരെല്ലാം? ദാന്, നഫ്താലി. ദൈവം എനിക്ക് ന്യായം നടത്തി എൻ്റെ അപേക്ഷ കേട്ടു, എനിക്കൊരു മകനെ തന്നുവെന്ന് പറഞ്ഞതാര്? റാഹേൽ. ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതു ജയിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? റാഹേൽ. തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ആര് കണ്ടിട്ടാണ് തൻ്റെ ദാസി സിൽപ്പയെ വിളിച്ചവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തത്? ലേയ. ലേയുടെ ദാസി സിൽപ്പ യാക്കോബിന് പ്രസവിച്ച മക്കൾ ആരെല്ലാം? ഗാദ്, ആശേർ. ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് പറഞ്ഞതാര്? ലേയ. ദൂദായിപ്പഴം അമ്മയ്ക്ക് കൊണ്ടുവന്ന മകൻ ആര്? രൂബേൻ. ദൂദായിപ്പഴം കണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ചവൾ ആര്? റാഹേൽ. ദൂദായിപ്പഴം കൊണ്ട് ഭർത്താവിനെ കൂലിക്ക് വാങ്ങിയവൾ ആര്? ലേയ. ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും, ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞതാര്? ലേയ. ലേയുടെ മകളുടെ പേരെന്ത്? ദീന. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? റാഹേൽ. ജോസഫിൻ്റെ അമ്മയുടെ പേരെന്ത്? റാഹേൽ. ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരേണം, ഞാൻ പോകട്ടെ, ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ. ആരോട് പറഞ്ഞു? യാക്കോബ് ലാബാനോട്. നിനക്കെന്നോട് ദയയുണ്ടെങ്കിൽ പോകരുതേ, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ആരോട് പറഞ്ഞു? ലാബാൻ യാക്കോബിനോട്. ആര് കാൽ വെച്ചിടത്തൊക്കെയും ആണ് യഹോവ ലാബാനെ അനുഗ്രഹിച്ചിരിക്കുന്നത്? യാക്കോബ്. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞത് ആര്? യാക്കോബ്. ഞാൻ നിനക്ക് എന്ത് തരണമെന്ന് ലാബാൻ പറഞ്ഞതിന് യാക്കോബ് എന്താണ് പ്രതിഫലമായി ചോദിച്ചത്? പുള്ളിയും മറുവുള്ള ആടുകളെ ഒക്കെയും, ചെമ്മരി ആടുകളിൽ കറുത്തതിനെ ഒക്കെയും, കോലാടുകളിൽ പുള്ളിയും മറുവുള്ളതിനെയും. ലാബാൻ തനിക്കും യാക്കോബിനും ഇടയിൽ എത്ര ദിവസത്തെ വഴിയകലം വെച്ചു? 3. ലാബാന്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ ആരു മേയിച്ചു? യാക്കോബ്. യാക്കോബ് ഏതെല്ലാം വൃക്ഷത്തിൻ്റെ പച്ചക്കൊമ്പുകളാണ് ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തിയിൽ വെച്ചത്? പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിൻ്റെയും.
ബലമുള്ള ആടുകൾ ആർക്കുള്ളതായിരുന്നു? യാക്കോബിന്. ബലമില്ലാത്ത ആടുകൾ ആർക്കുള്ളതായിരുന്നു? ലാബാന്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 43. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.